വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാമല്ലേ. ഇന്ന് വെറും ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, ഇവിടെ ഇന്ന് നിറയാണ്. അപ്പോൾ ഞാൻ ദാ കുളിയൊക്കെ കഴിഞ്ഞു, കിച്ചണിൽ പോയി ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം ഒന്ന് തുടച്ചിട്ടിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ തുടച്ചുമ്പോഴത്തേക്ക് ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നോളൂല്ലോ. അപ്പോൾ അങ്ങനെ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ എന്താ ഫുള്ള് തിരക്കാണ്. എത്ര വരെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ എന്താ രാവിലെ തന്നെ തുടയ്ക്കണം. ആധാർ കാർഡൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതൊക്കെയാണ് രാവിലത്തെ മെയിൻ പരിപാടികൾ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഞാൻ എന്താ തുടയ്ക്കുവാണ്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതിയിരിക്കുവാണ്. ഇന്നലെ രാത്രിയും രണ്ടുപേരും വൈകിയൊക്കെയാണ് കിടന്നിരുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു സത്യത്തിൽ ഞാൻ. പിന്നെ ഒന്നോർത്തതിന് ചെറിയൊരു വിഷമം കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, ശിവു ഇതുവരെ എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ല. സനിമോള് ഇടയ്ക്കൊക്കെ മാറി നിന്നിട്ടൊക്കെ ഉണ്ട്. ഡെലിവറിയുടെ സമയത്തൊക്കെ ശിവു പകൽ പോലും എൻ്റെ അടുത്ത് നിന്ന് ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല. അപ്പം അതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അയ്യപ്പനെ കാണാൻ വേണ്ടിയാണല്ലോ, അതിനുള്ള ഭാഗ്യം ഇപ്പം ഉണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് സന്തോഷം തന്നെയാണ് കേട്ടോ കൂടുതലും. അപ്പം ഞാൻ എന്താ ആധാർ കാർഡൊക്കെ എടുത്തു വെക്കുകയാണ്. നമുക്ക് ബുക്കിംഗ് കിട്ടിയിരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച ഡേറ്റ് അതിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു ബുക്കിംഗ്. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ ചെന്നിട്ട് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടല്ലോ അത് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാൻ ആധാർ കാർഡും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കും രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി രണ്ടുപേരെയും കുളിപ്പിച്ചു. അപ്പോൾ സനുവിനെ നേരത്തെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ആൾ താഴേക്ക് പോയി. അതിനുശേഷം ഞാൻ എന്താ ഒന്ന് ഷോപ്പിലേക്ക് വന്നതാണ്. കരിക്കും പിന്നെ കുറച്ച് പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം നേരെ ആദ്യം പോയി കരിക്ക് വാങ്ങി, പിന്നെ വെറ്റില, അടയ്ക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് പൂമാലയും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതും എന്താ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ചേട്ടൻ എന്താ ഇവിടെ പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു. തിരക്കിലെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ചേട്ടൻ നല്ല പാചകം ചെയ്യുന്നത്, ജസ്റ്റ് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തതാണ്. പിന്നെ ആരൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. വീട്ടിൽ നിന്ന് അമ്മയുണ്ട്, പിന്നെ രണ്ട് പിള്ളേരും ചേട്ടനും സായിത്തേട്ടൻ്റെ ബ്രദറുണ്ട്, ആളും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ്. അപ്പം ആ വീട്ടിലെ ചേച്ചിയും പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മോനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പാചകവും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ട് എല്ലാവരും തിരക്കിട്ട പണിയിലാണ്. നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്, കാറിന് തന്നെയാണ് പോകുന്നത്. രാത്രി 10:30 ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതാ എല്ലാവരും നല്ല പണിയിലാണ് ഇവിടെ. ശിവു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഊഞ്ഞാലയും ഇരുന്ന് ആടുവാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി കളിപ്പിക്കുവാണ്. അപ്പം എനിക്ക് ആളെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം തോന്നാണേ. പിന്നെ ഒരു ദിവസത്തേക്കല്ലേ, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ആളെ വലിയ വിഷമിപ്പിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കും വിഷമാവും. അപ്പം ഞങ്ങളിതാ വീട്ടിൽ കുറച്ച് പപ്പടവും പായസവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ചേട്ടനും ദാ ഇവിടെ തിരക്കിട്ട പണിയിൽ തന്നെയാണ്. ആള് കുരുത്തോല മെടഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടനാണെങ്കിൽ കുറച്ച് മുമ്പ് എത്തിയുള്ളൂ കേട്ടോ. ചേട്ടന് ഇന്നലെ രാത്രി നൈറ്റ് ഓട്ടം പോയേക്കായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പാണ് വന്നത്. കുരുത്തോലയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഇതാ ബാക്ക് വശത്തേക്ക് വന്നു. ഇത് സൈത്തേട്ടൻ്റെ അമ്മാവനാണ്. അപ്പോൾ ആൾ ഇവിടെ ഇരുന്ന് തേങ്ങയുടെ പൊരിപ്പും കാര്യങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ ഇതാ രണ്ടുപേരും കൂടി പിന്നെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. തേങ്ങ നേരത്തെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നേരം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം ദാ എല്ലാവരും കൂടി അരി ഇടാൻ വേണ്ടിയിട്ട് പോകുവാണ്. ചേട്ടൻ മാറിയിരുന്നപ്പോഴത്തേക്കും ദാ അമ്മായി വന്നിരുന്നു. പിന്നെ ദാ അവർ രണ്ടുപേരും കൂടി ആയിട്ടോ ആ ബാക്കി പണി ഏറ്റെടുത്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചു. അതേസമയം ഇപ്പുറത്തേതാ ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് പന്തൽ റെഡിയാക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. സാനു ആണെങ്കിൽ ഇതാ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും കളിക്കാനൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ആൾ ഇതാ ഇവിടെ ഇരുന്ന് കളിക്കുകയൊക്കെയാണ്. അതിനുശേഷം ഞാൻ ദാ ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും പോയി റെഡിയായി. പൂജാരിയൊക്കെ വന്നു. ദാ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുവാണേ. അങ്ങനെ ദാ പൂജയൊക്കെ തുടങ്ങി. അപ്പം അമ്മേനെ കൊണ്ട് ആദ്യം വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ദാ ബാക്കി എല്ലാവരും കൂടി കത്തിക്കുവാണ് കേട്ടോ.
അങ്ങനെ വീട്ടിലെ നിറയെല്ലാം കഴിഞ്ഞു. ഇതാ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് മാറി. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് പെയ്തില്ല, ചെറുതായിട്ട് മഴ പെയ്തു. അതിനുശേഷം ദാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ നിറച്ചുകൊണ്ടിരിക്കുവാണ്. അവിടത്തെയും നിറയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ദാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടുണ്ട് സമയം. അങ്ങനെ ദാ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ മുതൽ ശിവുന് ചെറിയൊരു വിഷമം വന്നങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
കളിച്ച് നടക്കുമായിരുന്നു, എല്ലാവരും ഉണ്ടായതുകൊണ്ട് കളിച്ച് നടക്കുമായിരുന്നു. എന്നിട്ട് നിറയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുള്ള നിൽപ്പാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ ശിവുവിന് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതോട് കൂടിയിട്ട് ആൾ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയി. അപ്പം ഇവിടെ മുതൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇടുക്കമ്മേ ഇടുക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്നത് ഞങ്ങളുടെ മുത്തശ്ശിയാണ്, അതായത് സൈത്തേട്ടൻ്റെ മുത്തശ്ശിയാണ്. അപ്പോൾ ആളുമൊക്കെ ഉണ്ടായിരുന്നു. ശിവുവിന് ചെറിയ സങ്കടം ഉണ്ടെങ്കിലും ഈ നേരം വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിന്നതായിരുന്നു. എന്നാലും ഇപ്പം വലിയ കുഴപ്പത്തിൽ അങ്ങനെ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഇപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരാളിത് കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉറക്കവും അങ്ങോട്ട് ശരിയാവാത്തതിൻ്റെയും ഇതൊക്കെയാണ് കൂടുതലുമായിട്ട് കരയാൻ കാരണം. അതിനുശേഷം ഞങ്ങൾ ദക്ഷിണയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണമയ്യപ്പോ സ്വാമിയേ, ശരണമയ്യപ്പോ 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 അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ശിവു ഭയങ്കര കരച്ചിലായി കേട്ടോ. ഞാൻ അമ്മയുടെ അടുത്തിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് കരയാണ്. പക്ഷേ കുറച്ചങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു ഓക്കെ ആയി കിടന്നുറങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.